ഈ തെരഞ്ഞെടുപ്പ് LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. രാജ്യത്താകെ BJPക്കെതിരെയുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാവുന്നത്. രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമെന്ന് ഇന്ത്യയിലെ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉയർന്നു വരികയാണ്. കേരളത്തിൽ BJPക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല. ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്തുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം. ഇതിന് നാം കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി കാണേണ്ടത്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച 2 കൂട്ടരുണ്ട്. അതിലൊന്ന് BJP തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകുമെന്ന ശ്രമമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയത്. എന്നാൽ കേരള വിരുദ്ധ സമീപനം BJPയും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ UDFൻ്റെ ഭാഗമായ 18 അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും UDFും കേരള വിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത്. ഇത് ജനങ്ങൾ വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത്. അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലയടിച്ചുയർന്നിരിക്കുന്നു. അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും LDFനുണ്ടാവുകയാണ്. LDF സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ്. മികച്ച വിജയം LDF സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത്.